നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുനിൽ കനഗോലുവിനെ രാഷ്ട്രീയപരമായി കോൺഗ്രസ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനഗോലുവിനെ അടുപ്പിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ സുനിൽ കനഗോലുവിൻ്റെ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ വിമുഖത കാട്ടിയവർക്ക് ഒടുവിൽ നിരാശയാണ് സംഭവിച്ചത്. എന്നാൽ തെലങ്കാനയിൽ മാത്രമാണ് രേവന്ത് റെഡ്ഡിയും സുനിൽ കനഗോലും കൈകോർത്ത് പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമോ കോൺഗ്രസിന് ആ സംസ്ഥാനം വിഭജിച്ചതിന് ശേഷമുള്ള തെലങ്കാന എന്ന പുതിയ സംസ്ഥാനത്തിൻ്റെ ഭരണം റാവുവിന് ശേഷം ആദ്യമായി കിട്ടിയിരിക്കുന്നു. ചന്ദ്രശേഖര റാവു ഇപ്പോൾ ശരിക്കും ഞെരിവരി കൊള്ളുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഴിമതി കഥകളെല്ലാം വിളിച്ചു പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത് തെളിവോടുകൂടി തന്നെ കൃത്യമായി ജനങ്ങൾക്ക് സമക്ഷം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധീരോദാത്തമായ നീക്കങ്ങളുമായാണ് രേവന്ത് റെഡ്ഡി സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. ഇത് ചന്ദ്രശേഖര റാവുവിന് മാത്രമല്ല, എല്ലാവർക്കും ഒരു താക്കീത് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സുനിൽ കനഗോലുവിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ കൊടുത്തുകൊണ്ട് തന്നെ വാർ റൂം ഡൽഹിയിൽ തുറന്നു കഴിഞ്ഞതാണ്. അതിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ടാക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട്. അവരുടെ ഉദ്ദേശം BJPയെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കി കഴിയേണ്ടതാണ്. കാരണം ഇനിയൊരു ഹിമന്ത ബിശ്വാസ് ശർമ്മയെ പോലുള്ള നേതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരൊക്കെ അധികം പറ്റും കള്ളനാണയങ്ങളുമാണെന്ന് തിരിച്ചറിയുക. തീവ്ര വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിനകത്ത് കടന്നുകൂടി അവർ എല്ലാ രീതിയിലും ആനുകൂല്യം പറ്റുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ തീരുമാനം. സുനിൽ കനഗോലുവിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ BJP വളരെ ജിജ്ഞാസപൂർവ്വം തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം കനഗോലു ഒരറ്റത്തു നിന്ന് തുടങ്ങുകയാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ എങ്ങനെയായിരിക്കണം ലോക്സഭാ സീറ്റുകൾ പരമാവധി നേടിയെടുക്കുക എന്നുള്ളത് കൃത്യമായ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുനിൽ കനഗോലു. കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ 25-ൽ 1 സീറ്റ് പോലും ലഭ്യമാകാത്ത കോൺഗ്രസിന് അവിടെ ഭൂരിപക്ഷം സീറ്റുകളും 2009 പോലെ പുനരാവർത്തിക്കണമെങ്കിൽ തീർച്ചയായും സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും കൈകോർത്തേ മതിയാവുകയുള്ളൂ എന്ന് സുനിൽ കനഗോലു വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മധ്യപ്രദേശിലും അത്തരത്തിലുള്ള നീക്കം തന്നെയാണ്. എല്ലാ രീതിയിലും ഏകാധിപത്യ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അവിടെ കമൽനാഥിൻ്റെ ചിന്തകൾ എങ്കിൽ അത് വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞതാണ്. അതും പുനഃവിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബഗാലിനും പറ്റിയ അമളി ഇതേ രീതിയിൽ തന്നെയാണ്. കോൺഗ്രസിന് വലിയ വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളുമായി എങ്ങനെയൊക്കെ വിജയ ഫോർമുല കൃത്യമായി കണക്കാക്കണമെന്നതിനും സുനിൽ കനഗോലിൻ്റെ കയ്യിൽ ഒറ്റമൂലിയുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന 2ാം ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ ബീഹാറിലേക്ക് പ്രവേശിക്കുമ്പോൾ കനഗോലു ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ യാത്രയ്ക്കും അടിസ്ഥാനപരമായി ജനപിന്തുണ മാത്രമല്ല, അത് വോട്ടായി മാറ്റുന്ന രീതി കൂടി കൃത്യമായി കോൺഗ്രസ് അവലംബിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.